ഗവർണറെ സ്വീകരിക്കുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ. ദേശീയ പതാക ഉയർത്തുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചിരിക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനി ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശമുണ്ടാകും. ഗവർണറും മുഖ്യമന്ത്രിയും മുഖാമുഖം എത്തിയിട്ടില്ല. നേരെ വന്ന് പതാക ഉയർത്തുകയായിരുന്നു. ഇനി വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിക്കലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവിധ സേനാ വിഭാഗങ്ങൾ ഗവർണർക്ക് സല്യൂട്ട് നൽകി ആദരവർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഗവർണർ സംസ്ഥാനത്തെ അഭിസംബോധന ചെയ്യുക. കൂടി തന്നെ ഗവർണർ എത്തിച്ചേർന്നു. അതിനു മുമ്പ് ആദ്യം മുഖ്യമന്ത്രിയും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഗവർണർ എത്തിയ ഉടൻ തന്നെ ചീഫ് സെക്രട്ടറിയും ഒപ്പം തന്നെ എയർ ഓഫീസർ കമാൻഡിംഗ് ചീഫും ചേർന്ന് ഗവർണറെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ശേഷം നേരെ ഗവർണർ എത്തി ദേശീയ പതാക നിവർത്തുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ പരേഡ് ആയുധ അഭിവാദ്യം നൽകി ശേഷം ദേശീയഗാനം ഉൾപ്പെടെ ആലപിക്കും സാഹചര്യം. അതിനുശേഷം ഇപ്പോൾ പരേഡ് കമാൻഡ് ഗവർണറെ അനുഗമിച്ചുകൊണ്ട് മാർച്ച് പാസ്റ്റ് നടത്തുന്നു. അത്തരത്തിൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും എത്തിച്ചേർന്ന റിപ്പബ്ലിക് ദിന ആഘോഷം വളരെ കൃത്യമായി തന്നെ ആ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അവർ ഇനി മുഖാമുഖം നിൽക്കേണ്ട സാഹചര്യങ്ങളോ ഉണ്ടായാൽ ഏത് തരത്തിലായിരിക്കും എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ തന്നെ നോക്കുന്നത്. എന്തായാലും ഇനി അല്പസമയത്തിനകം തന്നെ 9:20 തന്നെ ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം ഉണ്ടാകും. ആ സന്ദേശം ഏത് തരത്തിലായിരിക്കും എന്നത് കൂടിയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പരേഡിന്റെ ഭാഗമായിട്ട് 23 പ്ലാറ്റൂണുകളാണ് അതിൽ പരേഡിനായി അണിനിരുന്നത്. അതിൽ സായുധ ഘടകങ്ങൾ 12-ലധികം സായുധ ഘടകങ്ങളുണ്ട്. 10-ലധികം സായുധേതര ഘടകങ്ങൾ അടക്കമുണ്ട്. അശ്വാരൂഢ പോലീസുണ്ട്. ഒപ്പം തന്നെ വ്യോമസേന പുഷ്പവൃഷ്ടി അടക്കം നടത്തിക്കൊണ്ടാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡിനെ അതിന്റെ ഭംഗിയോടുകൂടി തന്നെ നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഗവർണർ ഇപ്പോഴും ഈ പരേഡിനെ അനുഗമിച്ചുകൊണ്ട് ഈ മാർച്ച് പാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 9:20 കൃത്യം 9:20 തന്നെ ഗവർണറുടെ പ്രസംഗം ഉണ്ടാവും എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. നിലവിൽ ഇപ്പോൾ ഭാരതീയ കരസേന, ഒപ്പം തന്നെ വ്യോമസേന, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ട്, കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസ് ഉണ്ട്, കൂടാതെ തന്നെ മലബാറിന്റെ സ്പെഷ്യൽ പോലീസ്, സ്പെഷ്യൽ ആംഡ് പോലീസ് ഉണ്ട്, കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ ഉണ്ട്, ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, ഒപ്പം തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് ഉണ്ട്, കേരള പ്രിസൺ വകുപ്പ്, ഒപ്പം തന്നെ കേരള എക്സൈസ് വകുപ്പ്, കേരള വനം വകുപ്പ് ഉൾപ്പെടെയുള്ള സായുധ ഘടകങ്ങളിലൊക്കെ ഇപ്പോൾ പരേഡിനായി ഗ്രൗണ്ടിൽ ഉണ്ട്. ഒപ്പം